ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ എപ്പിസോഡ് നമ്പർ 7. ഈ എപ്പിസോഡ് നമ്പർ 7 കഴിഞ്ഞതോടുകൂടി തന്നെ 40 മത്സരാർത്ഥികളുമായിട്ട് ആരംഭിച്ച ഈ ഒരു അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ പ്രോഗ്രാം വെറും 20 മത്സരാർത്ഥികളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇന്നും പതിവ് പോലെ 4 പേര് എവിക്റ്റഡ് ആയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ എപ്പിസോഡ് പതിവ് പോലെ ടീം ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ആരംഭിച്ചത്. രഞ്ജിനി ഹരിദാസിന്റെ ഒരു ടീം, അഖിൽ മാരാരുടെ ഒരു ടീം, റിയ സലീമിന്റെ ഒരു ടീം, റെനീഷ റഹ്മാന്റെ ഒരു ടീം. ഈ ഒരു ടീമിലേക്ക് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഇവർക്ക് കുറച്ച് ഇമോജീസ് കൊടുക്കും. അതായത് ഡെവിൾസ് ഇമോജി, ഏഞ്ചൽസ് ഇമോജി, കിസിങ് ഇമോജി, സ്മൈലി ഇമോജി. ഇതിലിഷ്ടമുള്ള ഇമോജി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഇമോജിക്കകത്ത് നിങ്ങൾ ഡെവിൾസ് ഇമോജിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡെവിൾസ് ഇമോജി സെലക്ട് ചെയ്യുന്ന അത്രയും പേര് രഞ്ജിനി ഹരിദാസിന്റെ ടീമാവും. ഏഞ്ചൽസ് ഇമോജി സെലക്ട് ചെയ്യുന്ന അത്രയും ആളുകൾ അഖിൽ മാരാരുടെ ടീമാവും. കിസിങ് ഇമോജി സെലക്ട് ചെയ്യുന്ന ആളുകൾ റിയ സലീമിന്റെ ടീമിന്റെ ഭാഗമാവും. അങ്ങനെയായിരുന്നു ഈ ഒരു ടീം ഡിസൈഡ് ചെയ്തത്. അതിനുശേഷമാണ് ഇവരുടെ അൺമാസ്കിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ആരംഭിച്ചത്. ഈ ഒരു അൺമാസ്കിംഗ് എന്ന് പറയുന്ന സെക്ഷൻ അത് ആദ്യമേ വന്നത് അഭിരാമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഡിസ്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അനുഭവിച്ച സ്ട്രഗിളും മറ്റു കാര്യങ്ങളും എല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ഡിസ്ക് ഇഞ്ചറി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ ബാധിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അത് എന്നെയും കുറച്ചധികം വിഷമിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാനും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ കഷ്ടപ്പാടുകൾ. അത് അത്രത്തോളം പെയിൻഫുള്ളാണ്. നമുക്ക് അധിക സമയം ഇരിക്കാനും പറ്റില്ല, കിടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹം അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ജിമ്മിലും മറ്റും പോയി ബോഡി ഒന്ന് സെറ്റാക്കി എടുത്തുകൊണ്ട് വരികയാണ്. എന്തായാലും ഇന്നത്തെ ആ ഒരു അൺമാസ്കിംഗ് സെഗ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിരിക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിനകത്ത് ഓരോരുത്തരും അവരുടെ സ്റ്റോറീസ് പറയുമ്പോഴത്തേക്ക് എവിടെയൊക്കെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റോറീസ് ആണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടിരിക്കേണ്ട ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം എന്തായാലും ഇവർക്ക് ടാസ്ക് കൊടുത്തു. ടാസ്ക് എന്ന് പറയുന്നത് വലിയ ആനകുതിര ടാസ്ക് ഒന്നുമല്ല. സോ ഈ മത്സരം എന്ന് പറയുന്നത് ഒരു ചതുരത്തിനകത്ത് കുറച്ചധികം ഗ്ലാസുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം കമഴ്ത്തി വെച്ചിട്ടുണ്ട്, കുറച്ചെണ്ണം മലർത്തി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ടീമുകൾക്കും ഇഷ്ടമുള്ള ഗ്ലാസ് സെലക്ട് ചെയ്യാം. അതായത് മലർത്തി വെച്ചിരിക്കുന്ന ഗ്ലാസ് വേണമെങ്കിൽ ഒരു ടീമിന് സെലക്ട് ചെയ്യാം, കമഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വേണമെങ്കിൽ മറു ടീമിന് സെലക്ട് ചെയ്യാം. ബസർ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് രണ്ട് ടീമും ഒന്നിച്ചാണ് ടാസ്ക് ചെയ്യേണ്ടത്. ആ ടാസ്ക് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ നിങ്ങൾ കണ്ടില്ലേ, ഈ കമഴ്ത്തി വെച്ചിരിക്കുന്ന ഗ്ലാസ് സെലക്ട് ചെയ്തിരിക്കുന്ന ടീം മാക്സിമം ഗ്ലാസുകൾ കമഴ്ത്തി വെക്കണം. മലർത്തി വെക്കുന്ന ഗ്ലാസ് സെലക്ട് ചെയ്തിരിക്കുന്ന ടീം മാക്സിമം ഗ്ലാസ് മലർത്തി വെക്കണം. ഏറ്റവും അവസാനം ബസർ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും അധികം ഗ്ലാസുകൾ കമഴ്ത്തിയാണെങ്കിലും മലർത്തിയാണെങ്കിലും വെച്ചിരിക്കുന്ന ടീമായിരിക്കും വിജയിക്കുന്നത്. അതാണ് ഇതിനകത്ത് ടാസ്ക്. ഏതായാലും ആദ്യത്തെ രണ്ട് ടാസ്ക് വലിയ കുഴപ്പമില്ലാതെ പോയി. അതായത് ആദ്യത്തെ ടീം രണ്ടുപേരും നല്ല മാന്യമായിട്ട് കളിച്ചു. രണ്ടാമത്തെ ടീം വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ചൊക്കെ ഫിസിക്കൽ അട്രോസിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജഡ്ജസ് ഒക്കെ ശകലം പ്രശ്നം ഉണ്ടാക്കി. പതിവ് പോലെ രഞ്ജിനി ഹരിദാസ് സ്ഥലം ബാക്കിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. എന്തായാലും ടാസ്ക് അവസാനിച്ചപ്പോഴത്തേക്ക് അഖിൽമാരാരുടെ ടീമാണ് 3ാം സ്ഥാനത്തെത്തിയത്. 1, 2 സ്ഥാനങ്ങളിൽ വന്നത് രഞ്ജിനി ഹരിദാസിന്റെയും പ്രിയ സലീമിന്റെയും ടീമായിരുന്നു. സോ ഇന്ന് ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയത് 3 പേർക്കാണ്. രാകേഷ്, ഷാമോൻ, എൽദോ എന്നിവർക്കാണ് ഈ പറഞ്ഞ ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയത്. ഇതിനകത്ത് രാകേഷും ഷാമോനും ശരിക്കും പറഞ്ഞ ഇൻഫിനിറ്റി പെൻഡൻ ഡിസർവ് ചെയ്യുന്ന വ്യക്തികളാണ്. നല്ല മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. പക്ഷേ ഈ പറഞ്ഞ എൽദോ തമ്മിൽ ഭേദൻ തൊമ്മൻ എന്ന് പറഞ്ഞ രീതിയിൽ മറ്റ് 2 ടീമുകളിൽ നിന്നും മത്സരിച്ച ആളുകളിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചു. അതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് ഇന്നത്തെ ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയത്. എന്തായാലും ഇന്ന് ഔട്ട് ഹൗസിലേക്ക് വന്നത് അഭിരാം, റെയ്ബിൻ, നയന, അളകനന്ദ, പ്രണവ്, അപർണ എന്നിവരായിരുന്നു. ഇതിൽ നിന്ന് 4 പേര് ഇന്ന് എവിക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപർണ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്താക്കിയത്. അതേപോലെ തന്നെ നയനയും ഈ പറഞ്ഞ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കി. അതുകൂടാതെ റെയ്ബിൻ പുറത്തായി. പിന്നെ അഭിരാമിനെ പുറത്താക്കിയത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ ഫിസിക്കലി ഫിറ്റ് അല്ല. അതായത് അയാൾ മത്സരത്തിനിടയ്ക്ക് പലപ്പോഴും വേദന കൊണ്ട് പൊളയുന്നത് ജഡ്ജസ് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പോലുള്ള ഷോയിലേക്ക് ഇദ്ദേഹത്തിനെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചുകൊണ്ടാണ് പുള്ളിനെ എവിക്റ്റഡ് ആക്കി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഓൾറെഡി പുള്ളി ഔട്ട് ഹൗസിലേക്ക് വന്നായിരുന്നു. അതുകൂടാതെ ഈ ഒരു ഫിസിക്കൽ ഇഞ്ചുറി കൂടി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയത്. സോ അതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ എല്ലായിടത്തും മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ
ഡിസ്ക് ഇഞ്ചുറി ആണെങ്കിലും അത് വെച്ച് അദ്ദേഹം നല്ല രീതിക്ക് ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ് കാണുമ്പോൾ നമുക്കറിയാം നല്ല പെയിൻ ഉണ്ട്. ആ പെയിൻ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഇഞ്ചുറി കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അയാളെ ഒഴിവാക്കിയതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.